വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അമേരിക്കൻ ബട്ടർ ക്രീം ഐസിംഗ് ആണ്. ഇത് വളരെ പോപ്പുലറായിട്ടുള്ളതാണ്, പലരും പലതരത്തിൽ ചെയ്യും. ഇതിനകത്ത് ആദ്യം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ബട്ടർ, ഐസിങ് ഷുഗർ, കുറച്ച് വാനില എസൻസ്, പിന്നെ മിൽക്ക്, ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എളുപ്പത്തിലുണ്ടാക്കാം. നമ്മുടെ വീടുകളിൽ കാണുന്ന ഇൻഗ്രീഡിയൻസുമാണ്. അപ്പോൾ ഇത് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഐസിങ് ഷുഗർ നല്ല ഫൈൻ സ്മൂത്ത് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ അതിനായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഞാനൊരു ബോളിലേക്ക് ഈ ഐസിങ് ഷുഗർ ഒന്ന് അരിച്ചെടുക്കുക. ഐസിങ് ഷുഗർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പൗഡേർഡ് ഷുഗർ, ഫൈനായിട്ടുള്ള പൗഡേർഡ് ഷുഗർ പ്ലസ് കുറച്ച് കോൺഫ്ലവർ ഉണ്ടാവും ഇതിനകത്ത്. അതാണ് ഐസിങ് ഷുഗർ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 600 ഗ്രാം എടുത്തേക്കുന്നത്. ഇത്രയും നമുക്ക് ആവശ്യം വരത്തില്ല, എന്നാലും എടുക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി കൂടുതൽ എടുത്ത് വെക്കുക. അപ്പം നമ്മൾ അരിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഐസിങ് ഒരിക്കലും നല്ല സ്മൂത്തായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അരിച്ചെടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ലംസ് ഉണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഈ ഐസിങ് തന്നെയായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പല എപ്പിസോഡിൽ ഇത് വെച്ചിട്ട് പലത് കാണിക്കും. ചിലപ്പം കേക്ക് ഐസിങ്ങിന് പല സാധനങ്ങൾക്ക് ഈ ബട്ടർ ക്രീം ഉപയോഗിക്കും. അപ്പം അതുകൊണ്ടാണ് ഇത് തന്നെയായിട്ടൊരു എപ്പിസോഡ് കാണിച്ചത്. അല്ല എങ്കിൽ നമ്മൾ ഒരു എപ്പിസോഡിൽ തന്നെ കാണിക്കണം, ഭയങ്കര ലോങ് ആയിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇതൊന്ന് മാറ്റിയേക്കാം. അടുത്തായിട്ട് നമുക്ക് വേറൊരു ബോൾ എടുക്കാം. ഇതിലേക്ക് ബട്ടർ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് 200 ഗ്രാംസ് ബട്ടറാണ് എടുത്ത് വെച്ചേക്കുന്നത്. റൂം ടെമ്പറേച്ചറിലായ നല്ലത് കേട്ടോ. ഒത്തിരി ഹാർഡാണ്, നമുക്ക് ബീറ്റ് ചെയ്യാൻ പ്രയാസമാവും. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കല്ല, കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് എടുക്കുക. ഇത് കണ്ടോ, ഇതിൻ്റെ പരുവം കണ്ടോ, സോഫ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഈ ബട്ടർ ക്രീം ഐസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബട്ടർ ക്രീം എപ്പോഴും ആക്കാനായിട്ട് ആദ്യം ബട്ടർ തന്നെ നന്നായിട്ട് ക്രീം ചെയ്യാം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഷുഗർ ഗ്രാജുവലി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇത് അളന്ന് തന്നെ ഇടാൻ പോകുന്നത്. ആദ്യം ഒരു 1 കപ്പ് ഐസിങ് ഷുഗർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഒപ്പം തന്നെ നമ്മളിത് അൺസോൾട്ടഡ് ബട്ടർ എടുത്തേക്കുന്നത് കൊണ്ട് ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ കൊടുക്കാം. ആ ഷുഗർ ഫുൾ ഇൻകോപ്പറേറ്റഡ് ആയി കഴിയുമ്പോൾ അടുത്ത കപ്പ് ഓഫ് ഷുഗർ, ഐസിങ് ഷുഗർ. അപ്പോൾ എപ്പോഴും ബട്ടർ ക്രീമിന് നമ്മൾ ആ ടെക്സ്ചർ നോക്കിയിട്ട് ആ ഷുഗർ ഇടുക. നമുക്ക് പൈപ്പിങ്ങിനൊക്കെ പറ്റിയ ഒരു കൺസിസ്റ്റൻസി കിട്ടണം. അതനുസരിച്ചായിരിക്കും ഐസിങ് ഷുഗർ ആഡ് ചെയ്യുക. കുറച്ചുകൂടെ 3rd കപ്പ് ഇട്ടു. ഈ സമയത്ത് ഞാൻ കുറച്ച് പാൽ ആഡ് ചെയ്യുവാണേ. 1 ടേബിൾ സ്പൂണോളം പാല്. വാനില എസൻസ് 1/2 ടീസ്പൂൺ.
വീണ്ടും ബീറ്റ് ചെയ്യാം. പാൽ ആഡ് ചെയ്യുന്ന ഒരു സ്മൂത്ത്നെസ് കിട്ടാനായിട്ടാണ് ഐസിങ്ങിന്. പിന്നെ ഷുഗറിൻ്റെ ഒട്ടും തരി കിട്ടാതെ നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടും. അമേരിക്കൻ ബട്ടർ ക്രീം റെഡിയായി. ഇത് നോക്കുന്ന നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ പീക്സ് ഫോം ചെയ്യണം. ആ ഒരു സ്റ്റേജിൽ ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് പൈപ്പിംഗ് അല്ലെങ്കിൽ ഒരു കേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഒക്കെ നമുക്ക് ഈ ഐസിങ് ഉപയോഗിക്കാം. ഈ ഒരു ഐസിങ് ഒരുപാട് ഐസിങ്ങിന് ബേസായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇത് പല ഫ്ലേവറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ വാനില ബട്ടർ ക്രീമാണ് ചെയ്തത്. ഇത് തന്നെ പല പല ഫ്ലേവറിലാക്കാൻ പറ്റും. കോഫി, സ്ട്രോബെറി, അങ്ങനെ പല ഫ്ലേവറിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് കാണിച്ചത്. ഇത് വെച്ച് തന്നെയാണ് നമ്മൾ കേക്ക് പോപ്സ്, കേക്ക് പോപ്സിക്കിൾസ്, അങ്ങനെ കേക്ക് ഐസിങ്ങിനൊക്കെ ഇത് ഉപയോഗിക്കും. വരുന്ന എപ്പിസോഡിൽ നമുക്കിത് വെച്ചിട്ടൊരു ഐസിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം വാച്ച് ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ ഒരു കേക്കും കാണാം. അപ്പം ഇത് ഞാനിപ്പോൾ ഒരു ബോളിലേക്ക് മാറ്റുകയാണ്. അപ്പം നല്ല ഫ്ലഫി ഒരു ടെക്സ്ചറാണ് കേട്ടോ. ഇത് കളറൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിന് ഓരോ കളർ വേണമെങ്കിലും കൊടുക്കാം. നമ്മളിത് പ്ലെയിൻ വാനില ഫ്ലേവറിലാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വീടുകളിൽ ഐസിങ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ബട്ടർ ക്രീം വെച്ച് ട്രൈ ഔട്ട് ചെയ്യുക. നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഐസിങ് കണ്ടു. ഇതും അതിലും ടേസ്റ്റ് വൈസ് ഒത്തിരി ബെറ്ററാണ് ബട്ടർ ക്രീം. അപ്പം ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കല്ല. നമുക്കതിനകത്തൊരു കേക്ക് വിത്ത് ഐസിങ് കാണാം. താങ്ക് യു.